നമസ്കാരം. ചാത്തൻ സ്വാമിയുടെ ആരാധന ഒരുപാട് ആഴത്തിലേക്ക് അതിലേക്ക് കടക്കുന്നില്ല. അതിൻ്റെ ബാഹ്യമായ തലം മാത്രം പറഞ്ഞ് പോവുകയാണ്. നമ്മുടെ മലയാള ദേശത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ നിലനിന്നിരുന്ന പ്രാചീന മലബാര ദ്രാവിഡ ഗോത്ര ആരാധനാ സമ്പ്രദായത്തിൽ ഏറ്റവും പ്രചാരം നേടിയ ആരാധനാ വിധാനമാണ് ചാത്തൻ സ്വാമിയുടെ ആരാധന. ചാത്തൻ സ്വാമിയെ വെച്ച് ആചരിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. ചാത്തൻ ദേവസ്ഥാനങ്ങൾ കുടുംബത്തിനോട് ചേർന്ന് സൂക്ഷിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. വിവിധ സമ്പ്രദായത്തിലുള്ള നിവേദ്യങ്ങളും പൂജാവിധാനങ്ങളും സങ്കൽപ്പിച്ച് ചെയ്യുന്നവരുണ്ട്. ചാത്തൻ സ്വാമിയുടെ ആരാധന വിധാനം തന്നെ വ്യത്യസ്തമായ പല മാർഗങ്ങളിൽ കാണുന്നുണ്ട്. മലയാള ദേശത്ത് ഏറ്റവും ആഴത്തിൽ വേരിറങ്ങിയ, ഏറ്റവും പ്രാചീനമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന അത്ഭുതകരമായ ഒരു ആരാധനാ വിധാനമാണ് ചാത്തൻ സ്വാമിയുടെ ആരാധന. ചാത്തൻ സ്വാമിയുടെ ആരാധന നിങ്ങളുടെ കുടുംബത്തിലോ കുടുംബ കാവുകളിലോ കുടുംബ ദേവസ്ഥാനങ്ങളിലോ ഉണ്ടെങ്കിൽ ഏറ്റവും ശരിയായ രീതിയിൽ പ്രധാനപ്പെട്ട ആചാര്യ ഉപദേശമനുസരിച്ച് തന്നെ കൃത്യനിഷ്ഠയോടെയും ഭക്തിയോടെയും നിങ്ങൾ തുടർന്ന് ചെയ്യേണ്ടതാണ്. വ്യക്തമായിട്ടും മാർഗനിർദ്ദേശമനുസരിച്ച് മാത്രം ചെയ്യേണ്ടതാണ്. നിങ്ങൾ പല സമയത്തും മാറിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യേണ്ട ഒന്നല്ല എന്ന് പ്രത്യേകം അറിഞ്ഞിരിക്കുക. വളരെ വ്യക്തമായി ആചാര്യ നിർദ്ദേശമനുസരിച്ച് തന്നെ തുടർന്നു പോകണം. അതിൻ്റെ വിധാനങ്ങളെല്ലാം മനസ്സിലാക്കി ശരിക്ക് ശ്രദ്ധിച്ചു പഠിച്ചു തന്നെ ചെയ്യണം. അർഹിക്കുന്ന ഗൗരവത്തോടുകൂടി ചെയ്യണം. അങ്ങനെ തുടർന്ന് ചെയ്യുന്നവർക്കെല്ലാം സമ്പൂർണമായ സംരക്ഷണയും എല്ലാ രീതിയിലുമുള്ള ഐശ്വര്യ അഭിവൃദ്ധിയും ഈ ഉപാസനയിലൂടെ കിട്ടുന്നതാണ്. നമസ്കാരം.